ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാങ്കോ പൈത്തൺ ജാങ്കോ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പിൽ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് ഞാൻ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ റൂട്ട് ഡയറക്റ്റ് ഡെസ്ക് ടോപ്പിൽ വന്നു. ഡെസ്ക് ടോപ്പിലാണ് നമ്മൾ എക്സാമ്പിൾ എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. സോ എല്ലാം അടിച്ച് നോക്കിയാൽ നമ്മൾ ആ ഫോൾഡറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ SRC എന്ന് പറയുന്ന ഒരു ഫോൾഡറിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജനറലി നമ്മൾ SRC എന്ന് പറയുന്ന ഫോൾഡറായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേര് വിളിക്കണേ നിങ്ങൾ വിളിച്ചോളൂ. ഓക്കെ, സോ SRC എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിനെ നമ്മൾ mkdir src. ഓക്കെ, സോ ഇനി വീണ്ടും ലെസ് അടിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം, ഒരു എക്സ്ട്രാ ഫോൾഡർ SRC എന്ന് പറയുന്ന ഫോൾഡർ എന്തിൻ്റെ അകത്തുണ്ട്, എക്സാമ്പിളിൻ്റെ അകത്ത് SRC എന്ന് പറയുന്ന ഒരു ഫോൾഡർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പൈത്തൺ 3 ആണ് ആവശ്യം. എനിക്കെന്ത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനാണ് വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ വേർഷൻസ്, അതായത് നമ്മളിപ്പം ഏതൊരു പാക്കേജിൻ്റെയും വേർഷൻസ് ഓരോ ദിവസം കഴിയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിൻ്റെ വേർഷന് എത്രയാണോ അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില സിസ്റ്റങ്ങളിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാറുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിനെ എന്ത് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ വരുന്ന നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ചേഞ്ച് നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാങ്കോ നമ്മൾ എപ്പോഴും ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജാങ്കോ വർക്കുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തൽക്കാലം പൈത്തൺ 3 ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈത്തൺ 3 സ്പേസ് -m സ്പേസ് when സ്പേസ് ./when. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പം നിങ്ങൾ സിസ്റ്റം എന്തുമായിട്ട് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, കാരണം ചെറിയ പാക്കേജസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ LS ഒന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു എക്സ്ട്രാ എന്ത് വന്നിട്ടുണ്ട്, ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, venv എന്ന് പറയുന്ന ഒരു ഫോൾഡർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ ഫോൾഡറിൻ്റെ അകത്ത് കയറി നോക്കാം എന്താണ് ആ ഫോൾഡറിൻ്റെ അകത്തുള്ളതെന്ന്. എക്സാമ്പിളിൻ്റെ അകത്ത് venv, അതിൻ്റെ അകത്ത് ഒരു ബിന്നുണ്ട്, ഇൻക്ലൂഡ് ഉണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് പൈത്തൺ 3.8 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏത് പൈത്തനാണ്, 3.8. അതായത് ഈ പൈത്തനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ പൈത്തൺ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത് നമ്മളൊന്നുകൂടി നോക്കാം. വിച്ച് പൈത്തോൺ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയേ, നമ്മളെ റൂട്ട് ഡയറക്ടറി യൂസർ ബിന്നിലുള്ള പൈത്തനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ആക്ടിവേറ്റ് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ കോഡ് വെൻവിനകത്തുള്ള ബിന്നിനകത്തുള്ള ആക്ടിവേറ്റ്. ഓക്കെ, സോ നമുക്ക് കാണാം നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, venv എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിച്ച് പൈത്തൺ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണുന്നത്, യൂസറിൻ്റെ അകത്ത് ഡെസ്ക് ടോപ്പിൻ്റെ അകത്ത് എക്സാമ്പിളിൻ്റെ അകത്തുള്ള വെൻവിനകത്തുള്ള ബിന്നിനകത്തുള്ള പൈത്തനാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിസ്റ്റത്തിൻ്റെ പൈത്തനാണോ അത് യൂസ് ചെയ്യുന്നത്? അല്ല, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻവിനകത്തുള്ള നമ്മുടെ പൈത്തൺ 3 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ അപ്പം നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ SRCക്ക് അകത്ത് കയറുകയാണ്. SRCക്ക് അകത്ത് കയറി ഇനി നമുക്ക് പൈത്തൺ ജാങ്കോ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോഡ് എന്ന് പറയുന്നത് പിപ്പ് ഇൻസ്റ്റാൾ django എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എന്ത് ചെയ്തോളും, ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേർഷനെ കുറിച്ച് നിങ്ങൾ ബോധേഡ് ആണ്, അതായത് പൈത്തൺ 1.1.15 ഒക്കെയാണ്, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ഒരു ജാങ്കോയുടെ ഇന്ന വേർഷൻ തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോ 1.1.15 ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തു, ഏത് വേർഷൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഞാൻ വേർഷൻ പറഞ്ഞിട്ടില്ല, വെറും ജാങ്കോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജാങ്കോ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഡൗൺലോഡ് ചെയ്യപ്പെടുകയും ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രൊജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് django-admin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈത്തൺ ഫയൽ ഉണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള പൈത്തൺ ഫയൽ അതിനെ വിളിച്ചു. എന്നിട്ട് സ്റ്റാർട്ട് പ്രോജക്റ്റ് സ്പേസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് എക്സാമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ SRCക്ക് അകത്ത് നിന്നുകൊണ്ടാണ്, ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്ന SRCക്ക് അകത്താണ് നമ്മുടെ വർക്കിംഗ് ഫയലൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ SRCക്ക് അകത്ത് കയറിയിട്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, django-admin.py, അതായത് ഒരു ഇതെന്താണ് ഒരു പൈത്തൺ ഫയലാണ് വിളിച്ചു. പിന്നെ അതിൽ ഒരു കമൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് പ്രോജക്റ്റ്, ഏതാണ് പ്രൊജക്റ്റിൻ്റെ പേര്, എക്സാമ്പിൾ എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഒന്ന് എല്ലാം ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യാതെ തന്നെ SRCക്ക് അകത്ത് എന്ത് വന്നിട്ടുണ്ട്, ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്, എക്സാമ്പിളാണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. എക്സാമ്പിളിൻ്റെ അകത്തുനിന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, manage.py അതുപോലെ തന്നെ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡറും ഒരു ഫയലുമായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു പൈത്തൺ ഫയൽ കാണും. ഓക്കെ, ഇനി നമ്മുടെ ജാങ്കോ ഇൻസ്റ്റാൾ ആയി എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ റൺ ചെയ്ത് നോക്കുക. വെറുതെ നമ്മുടെ ജാങ്കോ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെറുതെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പൈത്തണിനെ വിളിക്കണം, പിന്നെ ഇതിൻ്റെ അകത്തുള്ള manage.pyനെ വിളിച്ചു. എന്നിട്ട് manage.pyൻ്റെ അകത്ത് കുറച്ച് കോഡുകളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്, റൺ സെർവർ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം യു ഹാവ് 17 അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അതൊക്കെ എന്താണെന്ന്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ജാങ്കോ പക്കായിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 800 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, നമ്മുടെ ജാങ്കോ നല്ല പക്കയായിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് വർക്ക്, എങ്ങനെയൊക്കെയാണ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെറ്റിങ്സിലും, എങ്ങനെയാണ് URLs, അങ്ങനത്തെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.